പരിഹരിക്കുക. ഇന്ധനക്ഷാമം പരിഹരിക്കുക. രാജ്യഭരണാധികാരികൾ നീതി പാലിക്കുക. കേന്ദ്ര ഗവൺമെന്റ് നീതി പാലിക്കുക. മോദി സർക്കാർ നീതി പാലിക്കുക. ഇന്ധനക്ഷാമം പരിഹരിക്കുക. ഇന്ധനക്ഷാമം പരിഹരിക്കുക. യുദ്ധം അവസാനിപ്പിക്കുക. സമാധാനം പുനഃസ്ഥാപിക്കുക. വ്യാപാരി വ്യവസായി സമിതി സിന്ദാബാദ്. വ്യാപാരി വ്യവസായ സമിതി സിന്ദാബാദ്. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന വ്യാപകമായി എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ CPM പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഇറാനിൽ യുദ്ധം നടക്കുന്നത് ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് നമ്മളെ കളിയാക്കിയ ഒരു ആളുകളുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങി ഏതാണ്ട് 15 ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യത്തിനാകമാനം വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം വ്യാപാര മേഖല നിരവധിയായ വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലിലടക്കം ചായക്കടലടക്കം ദിനംപ്രതി എന്നോണം അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് നമ്മുടെ രാജ്യം വലിയ രൂപത്തിലുള്ള പാചകവാതക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടാനിടയായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. അമേരിക്ക യാതൊരു കാരണവുമില്ലാതെ സമാധാനപൂർവമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ കടന്നാക്രമിക്കുകയും ഇറാനിൽ നൂറുകണക്കിന് വരുന്ന കുട്ടികളെ കൂട്ടക്കുരുതി നടത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തന്മൂലം ഇറാൻ തിരിച്ചടിച്ചതിന്റെ ഫലമായി ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ആ കടലിടുക്ക് ഇറാൻ അവിടെ കപ്പലുകൾ കടന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ സംവിധാനം ഒരുക്കുകയും തന്മൂലം നമ്മുടെ രാജ്യത്തേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഒന്നും ആവശ്യത്തിന് കപ്പലുകൾ കടന്നു പോകാതെയും ഇന്ധനം എത്താതെ ഇരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായി. എന്നാൽ നയതന്ത്രത്തിലൂടെ ഇന്ത്യൻ കപ്പലുകൾ കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ എണ്ണക്ഷാമം അല്ലെങ്കിൽ പാചകവാതകത്തിന്റെ ക്ഷാമം പരിഹരിക്കുന്നതിന് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഒരു വിധത്തിലുള്ള ഈ രാജ്യത്ത് വന്നുചേർന്നിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മോദി ഗവൺമെന്റ് യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും നടത്താതെ അമേരിക്കയ്ക്ക് ഓശാരപാടുന്ന സമീപനമാണ് ഈ മോദി ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് നമുക്കറിയാം. ആവശ്യപ്പെട്ടുകൊണ്ടും ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടും വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മോദി സർക്കാരിന്റെ കുറവ് മൂലം അമേരിക്കൻ സാമ്രാജ്യത്തിന് അടിത്തറ വെച്ച ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യ പോകുന്നത്. ഇന്ത്യക്ക് പെട്രോളിയം അല്ലെങ്കിൽ വാങ്ങണമെങ്കിൽ മോദി പറയണം. മോദി പറഞ്ഞ് ഒരു മാസത്തേന് പെട്രോൾ മേടിച്ചോ, റഷ്യയിൽ നിന്ന് മേടിച്ചോ എന്നുള്ള അനുമതി കൊടുക്കുവാൻ എന്ത് അധികാരമാണോ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഇന്ന് ഹോട്ടൽ മേഖല നിരന്തരമായ ഹോട്ടലുകളെല്ലാം പൂട്ടിപ്പോയി. ഇന്ന് ഹോട്ടൽ പൂട്ടുമ്പോൾ മറ്റുള്ള കടകളിലെല്ലാം അതിൻ്റെ പ്രതിസന്ധി ബാധിച്ചിരിക്കുകയാണ്.